Majestic Jewelers, Tirur, Gold, Diamonds, Silver and Watches. ശ്രീരാമക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ ഡോക്ടർ കെ.ടി. ജലീൽ എം.എൽ.എ. മതവികാരം ഇളക്കിവിട്ട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയതെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ആരോപിച്ചു. പരമോന്നത നീതിപീഠം അന്തിമമായി തീർപ്പാക്കിയ വിധിക്കെതിരായാണ് നിയമസഭാ സാമാജികനായ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്നും LDF-ലെ സിമി എം.എൽ.എ. ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്താകെയും കേരളത്തിലും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും നേരത്തെ മറുവാദങ്ങൾ ഉയർത്തിയിരുന്നവർ പോലും വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ കെ.ടി. ജലീൽ മതവികാരം ഇളക്കിവിട്ട് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയതെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള മുൻ മന്ത്രിയും തവനൂർ MLA-യുമായിട്ടുള്ള ശ്രീ കെ.ടി. ജലീൽ ഈ വിഷയത്തിൽ വലിയ ഒരു തെറ്റായ പ്രചരണം അദ്ദേഹം നടത്തുകയുണ്ടായി. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ വർഗീയവൽക്കരിക്കാനോ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അദ്ദേഹം വളരെ പ്രകോപനമുണ്ടാക്കി മലപ്പുറം ജില്ലയിലെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു മതനിരപേക്ഷ പാർട്ടിയുടെയോ മതനിരപേക്ഷ മുന്നണിയുടെയോ ഇടതു ജനാധിപത്യ മുന്നണിയുടെയോ ഒരു MLA-യുടെ ഒരു നേതാവിൻ്റെ ഭാഷയല്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിരോധിക്കപ്പെട്ട പഴയ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളുടെ ഒരു പ്രതീതിയുടെ ഭാഷയായി തരംതാണു പോയി എന്നാണ് BJP ആരോപിക്കുന്നത്. പരമോന്നത നീതിപീഠം അന്തിമമായി തീർപ്പാക്കിയ വിധിക്കെതിരെയാണ് നിയമസഭാ സാമാജികനായ MLA-യുടെ പ്രസ്താവന. രാഷ്ട്രപതി പിന്നോക്കക്കാരിയായതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതെന്ന അദ്ദേഹത്തിന്റെ നിലപാടും ഹിന്ദു സമൂഹത്തിൽ ജാതീയമായി ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ജലീൽ SDPIക്ക് MLA-മാരില്ലാത്തതിന്റെ കുറവ് നികത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അത്തരത്തിലുള്ള നിരോധിത തീവ്രവാദ സംഘടനയായിരുന്ന സിമിയിലെ മുൻ അംഗമായിരുന്ന അദ്ദേഹം ആ നിലവാരത്തിലേക്ക് തരം തഴന്ന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF-ൻ്റെ മുന്നണിയിൽ ചേക്കേറിയിട്ടുള്ള SDPI സ്വഭാവമുള്ള ഒരു MLA-ആണ് കെ.ടി. ജലീൽ എന്ന് ഈ വിഷയത്തിൽ ആരോപിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന തിരുത്തണം. രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഐക്യവും അഖണ്ഡതയും സ്നേഹവും നിലനിർത്തുന്ന രൂപത്തിലുള്ള ഒരു പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പ്രശ്നത്തെ സുപ്രീം കോടതി പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കണമെന്നും ആ വിഷയത്തിൽ അദ്ദേഹം തെറ്റുതിരുത്തി മുന്നോട്ട് പോകണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരം വാർത്താ സമ്മേളനത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് രമ ഷാജി, ജനറൽ സെക്രട്ടറി ശശി കറുകയിൽ, ദിനേശ് കുറുപ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു.